ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. കാർ ഡ്രൈവിംഗ് എന്നുള്ളത് പഠിക്കേണ്ട രീതിയിൽ കൃത്യമായിട്ടും അതിന്റെ ട്രിക്കുകളും ഐഡിയകളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ സൈക്കോളജികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്ന 3 സൈക്കോളജിക്കൽ ട്രിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡുകൾ നിങ്ങളൊന്ന് ഡ്രൈവിംഗിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചോ. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ തന്നെ, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ കാർ ഡ്രൈവിംഗ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പരമാവധി വാഹനം പഠിക്കുന്നവർക്കെല്ലാം വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടുക. അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നതാണ്. ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സൈക്കോളജിക്കൽ മെത്തേഡ് കാണിച്ചു തരികയാണ്. ശ്രദ്ധിച്ച് കാണുക. നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മുടെ കൈ എടുത്ത് വെക്കും. ഇതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നത് മുതലുള്ള ട്രിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഞാൻ ബ്രേക്ക് ഒന്ന് ചവിട്ടി, ബ്രേക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചു. അപ്പോൾ ബ്രേക്ക് കാല് വന്നല്ലോ. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടത്തെ കാല് ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ ഇതുകൊണ്ട് ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി. അപ്പം നമുക്ക് ആ ക്ലച്ചിൽ എത്രത്തോളം ചവിട്ടുന്നുണ്ടെന്ന് അറിയാം. ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചു. എന്നിട്ടാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാല് യൂസ് ചെയ്ത ആ മെത്തേഡുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് എടുക്കണം. ഇതേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രേക്ക് പതിയെ താഴോട്ട് അമരുന്നതറിയാം. അതായത് സ്റ്റാർട്ട് ആയതിനു ശേഷം അപ്പോഴാണ് വാഹനത്തിൻ്റെ ആ പവർ ബ്രേക്ക് സംവിധാനം പ്രോപ്പറായിട്ട് വർക്കാകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ വർക്കാകും എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രേക്ക് പ്രോപ്പറായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? എൻ്റെ ഒരു കൈ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു. എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ഏതൊരു ഡ്രൈവർ ആണെങ്കിലും ആദ്യം നോക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് ന്യൂട്രാകും ഇതുപോലെ. എന്നിട്ട് ന്യൂട്രാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യും? ഫസ്റ്റ് ഗിയർ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് ന്യൂട്രാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൈ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർത്തിട്ട് മേളിലേക്ക് ഇടും. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയർ ഒരു കാരണവശാലും തെറ്റത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൈ വന്നാൽ ഉടൻ തന്നെ നമ്മുടെ കൈ വീണ്ടും ഹാൻഡ് ബ്രേക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇപ്പോൾ വലതാണ് കിടക്കുന്നത്. അപ്പോൾ ഇടത് സൈഡിലേക്ക് എടുക്കണം. അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷമുള്ള സ്റ്റെപ്പുകൾ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആക്കണം, ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആക്കണം, ഇനി ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് കറക്റ്റ് ആക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാലൊന്ന് ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനം പതിയെ അനങ്ങി തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വണ്ടി ഡയറക്റ്റ് എടുത്തു പോകരുത്. ആ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ആ പോയിന്റിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ മുന്നോട്ടൊന്ന് കൊടുക്കുന്നു. മുന്നോട്ടൊന്ന് കൊടുത്തോണ്ട് ഈ മനസ്സിലാക്കിയ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? വണ്ടി ക്ലച്ച് ഒന്ന് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തണം. നമ്മൾ ആദ്യം ഡയറക്റ്റ് ഓടിച്ചു പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. വണ്ടി എടുക്കുകയും വണ്ടി നിർത്തുകയും ചെയ്യണം. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി എടുക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറി കിട്ടും. ഓക്കെ, എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. ആ വിറയൽ പോയിന്റ് നമ്മൾ ക്ലച്ച് അയച്ചൊന്ന് കണ്ടുപിടിച്ച് ബാലൻസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയക്കണം. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കൂടുതൽ പവർ നമുക്ക് വീലുകളിലേക്ക് ചെന്ന് വീല് റൺ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി ഇതുപോലെ സുഖകരമായിട്ട്
എടുക്കാൻ കഴിയും. എന്നിട്ട് വീണ്ടും നിങ്ങൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ വണ്ടിക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നുള്ളതിന് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നല്ലൊരു പ്രാധാന്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ വാഹനം ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഞാൻ പോകുന്നത്. ഇതേ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു, കണ്ടേ, ലെഫ്റ്റിന് പ്രാധാന്യം നൽകി ഞാൻ ഓടിക്കുകയാണ്. ഇടത്തെ കാല് ക്ലച്ചേലും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ബിഗിനേഴ്സ് ഇങ്ങനെ ആയിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക, വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തുക. ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ വലത്തെ കൈയില്ലേ, വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ വെക്കുക, നടുക്കും വെക്കരുത്, ഇങ്ങോട്ടും പോരുത്, ഇവിടെ വെക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് നന്നായിട്ട് തിരിക്കാൻ കഴിയും. ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത്ര തിരിക്കാം, ഇത്ര തിരിക്കാം, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇടത് ചേർന്ന് തന്നെ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കണം തുടക്കത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവർ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൈ ഇവിടെ വെക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇതേ റോഡ് അത്യാവശ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയി വാഹനം റോഡിൻ്റെ ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഇടത്തേക്കാല് ക്ലച്ചിലുണ്ടല്ലോ, എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇതുപോലെ വലിച്ച് സെക്കൻഡ് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തിട്ട് വീണ്ടും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക. ഓക്കെ, എന്നിട്ടായിരിക്കണം രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക. എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ബാലൻസ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, രണ്ട് കൈയും വരുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ 9-3 പൊസിഷൻ, അതായത് സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ പോയിന്റിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ബാലൻസ് ചെയ്യുക. കണ്ടോ, അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡ് ഗിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് ഗിയറിൽ നമുക്ക് നല്ല കൺട്രോളിൽ വണ്ടി ഓടിക്കാം. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പിടുത്തമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, വണ്ടി എടുത്താൽ തന്നെ നിങ്ങൾ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ വാഹനം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, എൻ്റെ കാല്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഗട്ടറൊക്കെ കാണുന്ന സമയത്ത് നമ്മളിവിടെ ബ്രേക്കാണ് ബാലൻസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇറക്കം കൂടിയ റോഡിൽ ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാൽ ഹാർഡായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഹാർഡായിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. നമ്മൾ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറുതായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യണം, നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇടത് കയറി ഞാൻ ഓടിച്ചു വരുന്നുണ്ട്, പുറകിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്, അവരൊക്കെ കയറി പോകുന്നുണ്ട്. എന്നിട്ട് ഇനി നിങ്ങൾ തേർഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ തേർഡ് എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ കൊടുക്കുന്നത്, തേർഡ് കൊടുക്കുന്ന സമയത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതുകൊണ്ട് വലത്തെ കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പിടിക്കുക, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ആക്കിക്കൊണ്ട് കുറച്ച് ദൂരം ഓടിക്കുക. ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറയിലും കൂടെ വെക്കുക, ഇതുപോലെ. എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് റോഡ് എപ്പോൾ സ്ട്രെയിറ്റ് ആകുന്നു അപ്പോൾ നിങ്ങൾ തേർഡ് കൊടുത്തു, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പതിയെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഡ്രൈവ് ചെയ്തങ്ങ് പോകും. ഇപ്പം ഞാൻ ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ തന്നെ ഒരു ബിഗിനർ, ഒരു തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെ ഇങ്ങനെ ഓടിച്ചു വരുന്നു, ഒരു ജംഗ്ഷനിൽ വരുന്നു, ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുന്നു, വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇടുന്നു, മറ്റു വണ്ടികളില്ല, സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിച്ചു. എന്നിട്ട് നമ്മൾ ഓരോ ടേൺ എടുത്ത് കഴിയുമ്പോൾ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ സ്പീഡ് കുറയും. ആ സമയത്ത് നമ്മൾ സ്റ്റിയറിങ്ങിനെ നമുക്ക് നേരെയാക്കാനായിട്ട് കഴിയും. എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ തേർഡ് കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ കൈ പിടിക്കുന്നു, ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിൻ്റെ ഇവിടെ വെച്ചിട്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തേർഡ് ഗിയറിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു വളവ് വന്നു, ബ്രേക്കിലേക്ക് കാല് വെച്ച് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡ് ആക്കുന്നു. എന്നിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർത്ത് കൊടുക്കുക. ഫോർത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്, അത്യാവശ്യം നല്ല നിരപ്പായിട്ടുള്ള റോഡ് കട്ടാ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, കൈ ഇങ്ങനെ എടുത്ത് വെക്കുക, ഗിയർ ലിവറെ കൈ എടുത്ത് ഈ രീതി പിടിക്കുക, ഇങ്ങനെ ഈ പൊസിഷൻ പിടിക്കുക, വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ഓക്കെ, രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക. അപ്പോൾ ഈ മെത്തേഡിൽ 4 ഗിയറും ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വണ്ടി കറക്റ്റ് ഇടത് കിട്ടും, ആ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല, ഗിയർ കറക്റ്റായിട്ട് ഇടാൻ കഴിയും. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം ഞാൻ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ്. ഫോർത്തിൽ വരുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഇതുകൊണ്ട് ഇവിടെ കൈ പിടിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് ഫോർത്തിൽ നിന്ന് നമ്മൾ നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് വീണ്ടും കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കൈ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് തേർഡിൽ
നിന്ന് സെക്കൻഡ് കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ എൻ്റെ ഒരു കൈയുടെ ബാലൻസിങ് ഇവിടെയാണ്. ഇനി ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യാനും ഒപ്പം തന്നെ ആക്സിലറേഷൻ അതുപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ മെത്തേഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ലൊരു ചേഞ്ച് തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന സമയത്ത് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇത് പ്രാക്ടീസ് എടുക്കുക. ഇനി ഡ്രൈവിങ്ങിൽ നമുക്ക് ഹാഫ് ക്ലച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ കയറി കാണുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.